തോമസ് അക്വീനാസ് 1225 ഇറ്റലിയിലെ ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ചു. 5-ാം വയസ്സിൽ മാതാപിതാക്കൾ അവനെ ക്രിസ്തീയ താപസന്മാരുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനായി അയച്ചു. നാളെ നീ ആശ്രമത്തിൽ നിന്റെ പഠനം ആരംഭിക്കാൻ പോവുകയാണ്. തോമസിന്റെ ദൈവസ്നേഹവും ബുദ്ധിശക്തിയും സന്യാസിമാരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ദൈവം എന്താകുന്നു? അതിനാൽ തോമസിനെ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്കൂളിലേക്ക് മാറ്റി. അധികം താമസിയാതെ തന്നെ അവൻ അധ്യാപകരെക്കാൾ വിജ്ഞാനം ആർജിച്ചു. അതിനാൽ ദൈവം തൻ്റെ ദൈവസ്വഭാവം ഉപേക്ഷിക്കാതെ തന്നെ മനുഷ്യനായി തീർന്നു. തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ഒരു ഡൊമിനിക്കൻ വൈദികനാകാനുള്ള തോമസിൻ്റെ തീരുമാനം അവൻ്റെ അമ്മയെ വളരെയധികം ദുഃഖിപ്പിച്ചു. എൻ്റെ മകൻ ഒരു പാവപ്പെട്ട സന്യാസിയാകുന്നത് ചിന്തിക്കാനേ വയ്യ. അവൻ്റെ സഹോദരങ്ങൾ അവനെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോപുരത്തിൽ 2 വർഷം തടവിലിട്ടു. നീ ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്നത് വരെ ഇവിടെ കിടക്ക. അവസാനം അവർ തോമസിന് ഡൊമിനിക്കൻ സഭയിൽ ചേരാൻ അനുമതി കൊടുത്തു. മഹാനായ വിശുദ്ധ ആൽബർട്ടിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ അവൻ റോമിലേക്ക് അയക്കപ്പെട്ടു. അവന് നമ്മേക്കാൾ അറിവുണ്ട്. നമുക്കവനെ ഫാദർ ആൽബർട്ടിൻ്റെ അടുത്തേക്ക് അയക്കാം. സെയിൻറ്റ് തോമസിന് ആഴമായ ദൈവികജ്ഞാനം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് ധാരാളം എഴുതാനും പഠിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രധാന പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ്.